പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ വചനം ധ്യാനിപ്പാൻ കൃപ നൽകണമേ. മഹത്വം സ്വീകരിക്കണം. യേശുവിൻ്റെ പൊന്നുനാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ. ഇന്നത്തെ ധ്യാനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. 40-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം, എൻ്റെ ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. എൻ്റെ ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ഈ സങ്കീർത്തനത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുക എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് മാത്രമാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളും ദാവീദിൻ്റെ ജീവിതാനുഭവങ്ങളും നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ചരിത്രം വ്യക്തമായി വിളിച്ചോതുന്ന കാര്യം, അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യണമെന്നുള്ള തീവ്രമായ ആഗ്രഹമുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു ആഗ്രഹവും സമർപ്പണവും തന്നെ അദ്ദേഹത്തെ ഉന്നതങ്ങളിൽ എത്തുമാറാക്കി. വേദപുസ്തകത്തിൽ പല ഇടങ്ങളിലും വേദപുസ്തകം പരിശോധിച്ചാൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഉള്ള ആഹ്വാനം ധാരാളമായിട്ടുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അത് ദൈവത്തിൻ്റെ ഭക്തന്മാരെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുമോ എന്നുള്ളതിനെ അറിയുവാൻ പരിശോധിക്കുന്ന അനുഭവങ്ങളും കാണുവാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അബ്രഹാമിനെ ദൈവം പരീക്ഷിക്കുന്നതായി കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ ആലോചനകൾ കീഴ്പ്പെടുമെന്നും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എന്ത് വില കൊടുക്കുവാനും തയ്യാറാണോ എന്നും അദ്ദേഹത്തെ അഗ്നി പരിശോധനയിലൂടെ കടത്തിവിടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അതിൽ അബ്രഹാം വിജയിക്കുകയാണ്. ഇതുപോലെ വേദപുസ്തകത്തിൽ ശക്തമായ ഒരു ദൈവഹിതം ചെയ്യുവാനുള്ള ആഹ്വാനം വളരെ വ്യക്തമായി കാണുവാൻ കഴിയും. KUT സെമിനാരിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന MB ജോസഫ് അച്ഛൻ, ഞങ്ങളുടെ പഠന കാലഘട്ടത്ത് അദ്ദേഹം ക്ലാസ് എടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതത്തെക്കുറിച്ച് ഒരു പരാമർശം നടത്തുകയുണ്ടായി. ഒരു ക്ലാസ്സിൻ്റെ ഒരു സെക്ഷനിൽ അദ്ദേഹം പറഞ്ഞു, ദൈവത്തിൻ്റെ ഹിതം എന്നത് 2 രീതിയിലാണ് മനസ്സിലാക്കുവാൻ കഴിയുക. അതിന് വേദപുസ്തകത്തിലെ ഒരു സംഭവവും എടുത്ത് അദ്ദേഹം വിശദീകരിക്കുകയാണ്. അതായത് ദൈവത്തിൻ്റെ ഹിതമെന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ് ആൻഡ് പെർമിസീവ് വിൽ ഓഫ് ഗോഡ്, പരിപൂർണമായ ദൈവത്തിൻ്റെ ഹിതവും അനുവദനീയമായ ദൈവത്തിൻ്റെ ഹിതവും. ഇത് അദ്ദേഹം സാധൂകരിക്കുവാൻ ശ്രമിച്ചത് ഇപ്രകാരമാണ്. ശമൂവേലിൻ്റെ അടുക്കൽ ഇസ്രായേൽ മൂപ്പന്മാർ വന്നിട്ട് ചോദിക്കുകയാണ്, മറ്റുള്ള വ്യക്തികൾക്കുള്ള ജാതികൾക്കുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു രാജാവിനെ വേണം. ശമൂവേൽ ന്യായപാലനം ചെയ്ത് അദ്ദേഹം വാർദ്ധക്യത്തിലാകുമ്പോഴാണ് ഈ ആവശ്യങ്ങളുമായിട്ട് ഇസ്രായേൽ മൂപ്പന്മാർ അടുക്കൽ വരുന്നത്. അത് ശമൂവേലിന് അനിഷ്ടമായി. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 8-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നു. അതിന് ദൈവം ശമൂവേലിനോട് പറഞ്ഞത്, അവർ നിന്നെയല്ല, ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം എന്നെയാകുന്നു ത്യജിച്ചിരിക്കുന്നത് എന്ന് പറയുന്നതിൻ്റെ സാരം, കാലാകാലങ്ങളിൽ ദൈവം തിരഞ്ഞെടുക്കുന്ന അഭിഷിക്തന്മാരാൽ ദൈവജനം ഭരിക്കപ്പെടണം എന്നതാണ് ദൈവനിശ്ചയം. പക്ഷേ അതിന് വിരുദ്ധമായിട്ടാണ് ഇവർ രാജാവിനെ ചോദിക്കുന്നത്. ലീഡറായിട്ട് മറ്റുള്ള ജാതികൾക്കുള്ളതുപോലെ ലീഡറായിട്ടൊരു രാജാവിനെ വേണം. അപ്രകാരം ദൈവം അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ശമൂവേലിനോട് പറയുകയാണ്, രാജാവിനെ അഭിഷേകം ചെയ്ത് കൊടുക്കണം. അങ്ങനെ ദൈവം തന്നെ ശൗലിനെ തിരഞ്ഞെടുത്ത് കൊടുക്കുന്നതായി കാണുവാൻ കഴിയും. അതായത് അതാണ് അനുവദനീയമായ ദൈവഹിതം. അപ്രകാരം ദൈവം അവരുടെ ആഗ്രഹത്തെ നിവർത്തിക്കുന്നുവെങ്കിലും അതിനോടനുബന്ധമായ തിക്തമായ അനുഭവങ്ങളും പ്രയാസങ്ങളും അതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ വീണ്ടും നമുക്ക് പിന്നീട് അനുഭവിക്കുന്നതായി മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, there is always perfect peace in perfect God's will. ദൈവത്തിൻ്റെ പരിപൂർണമായ ഹിതത്തിന് കീഴ്പ്പെടുന്നതാണ് അനുഗ്രഹം. ചില വേളകളിലെങ്കിലും അത് നമുക്ക് പ്രയാസമായി തോന്നിയേക്കാം. പക്ഷേ ജീവിതത്തിൽ അപ്രകാരം സമർപ്പിച്ച് കഴിയുമ്പോൾ പിന്നീടുള്ള അവസരങ്ങളിൽ അത് നന്മയ്ക്കും അനുഗ്രഹത്തിനുമായി തീർന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. കഴിയുന്നതും ഒരു കാര്യവും ദൈവത്തോട് നിർബന്ധമായി പിടിച്ചു വാങ്ങാതിരിക്കുന്നതാണ് നല്ലത്. ദൈവത്തിൻ്റെ ഹിതത്തിന് സമർപ്പിക്കുക. പ്രാർത്ഥനയിൽ ഒരു പോരാട്ടമുണ്ട്. ആ പോരാട്ടം തിന്മയോടും തിന്മശക്തിയോടും കൂടെ ഉള്ളതാണ്. അല്ലാതെ നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാനുള്ളൊരു പോരാട്ടമല്ല. ദൈവത്തിൻ്റെ ഹിതത്തിന് സമർപ്പിക്കുമ്പോൾ നമുക്ക് ആവശ്യമായ നന്മകൾ നൽകുവാൻ ദൈവം മതിയായവനാണ്. എൻ്റെ അനുഭവം ഞാൻ പങ്കുവയ്ക്കുമ്പോൾ, കണ്ണമൂല സെമിനാരിൽ നിന്ന് BD പഠനം പൂർത്തീകരിച്ച് 2003
പരശുവയ്ക്കൽ ഡിസ്ട്രിക്റ്റിലുള്ള ആടുമൻകാട് സഭയിൽ ഞാൻ പ്രവർത്തിക്കുമ്പോൾ അവിടെ 1 വർഷം കഴിയുമ്പോൾ പൂർത്തീകരിച്ചപ്പോൾ എൻ്റെ മകളെ സ്കൂളിൽ ചേർക്കേണ്ട സമയമായി. തിരുവനന്തപുരത്ത് സ്വദേശിയായതുകൊണ്ട് എനിക്ക് തിരുവനന്തപുരത്തുള്ള ഏറ്റവും നല്ല സ്കൂളിൽ എൻ്റെ മോളെ ചേർക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ നന്തൻകോടുള്ള ഹോൾ ഏഞ്ചൽസ് സ്കൂളിൽ ഞാൻ ചേർത്തു. 1 വർഷം കഴിഞ്ഞുപോയി. വളരെ ബന്ധപ്പെട്ടാണ് ആടുമൻകാട് പള്ളിയിലെ ശുശ്രൂഷയൊക്കെ ചെയ്തത്. 1 വർഷം കഴിഞ്ഞു പോയപ്പോൾ 2ാമത്തെ വർഷം പൂർത്തിയായതുകൊണ്ട് അടുത്ത വർഷം ട്രാൻസ്ഫർ വാങ്ങാൻ, മോളുടെ പഠന സൗകര്യാർത്ഥം ഒരു ട്രാൻസ്ഫർ വാങ്ങാൻ വേണ്ടി ആഗ്രഹിച്ച് അക്കാര്യങ്ങൾ കമ്മിറ്റിയോട് പങ്കുവയ്ക്കുമ്പോൾ അവർക്കത് വിഷമമായി. പല രീതിയിൽ എന്നെ പിന്തിരിപ്പിക്കുവാൻ അവർ ശ്രമിച്ചു. ഞാനതിന് വഴങ്ങിയില്ല. ഒടുവിൽ എൻ്റെ ഉള്ളിൽ ദൈവം സംസാരിക്കുന്നത് പോലെ ശബ്ദം ഞാൻ കേട്ടു. നീ നിൻ്റെ മകളെ നല്ല സ്കൂളിൽ കൊണ്ട് ചേർത്തു, അവൾ പഠിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും? അവൾക്ക് പഠിക്കുവാൻ ഞാൻ ബുദ്ധി നൽകിയില്ല എങ്കിൽ എന്തു ചെയ്യും എന്ന ചോദ്യം. ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ എനിക്ക് പിടിച്ചു നിൽക്കാനായില്ല. ഞാൻ എൻ്റെ മോളെ അവിടെ നിന്ന് TC വാങ്ങി നെയ്യാറ്റിൻകരയുള്ള ഒരു സ്കൂളിൽ ചേർക്കുകയും ആടുമൻകാട് സഭയിൽ 5 വർഷം പൂർത്തീകരിക്കുകയും ചെയ്തു. എൻ്റെ മകൾ +2 കഴിയുമ്പോൾ റിപ്പീറ്റ് ചെയ്യാതെ തന്നെ അവൾക്ക് കാരക്കോണം മെഡിക്കൽ കോളേജിൽ MBBSന് അഡ്മിഷൻ ലഭ്യമായി. അത് ഞാൻ ആരെയും സ്വാധീനിക്കുകയോ ആരുടെയെങ്കിലും കാല് പിടിച്ചിട്ടോ അല്ല എനിക്ക് ലഭ്യമായത്. 2017 ഗവൺമെൻറ്റിൻ്റെ നിലപാടിൽ സ്പോട്ട് അഡ്മിഷൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ വെച്ച് നടത്തിയ ആ അവസരത്തിലാണ് എൻ്റെ മോൾക്ക് അഡ്മിഷൻ ലഭ്യമായത്. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതത്തിന് സമർപ്പിക്കുമ്പോൾ യാതൊരുവിധമായ കുറവും വരാൻ ദൈവം അനുവദിക്കുകയില്ല. 1985 ശുശ്രൂഷയിലിറങ്ങി 87 പൂർണ്ണ സമയം ദൈവവേലക്കാരനായി മിഷണറിയായി ഞാൻ പോവുകയാണ്. 5 വർഷം വടക്കേ ഇന്ത്യയിൽ പ്രവർത്തിച്ചു. അതിനുശേഷം സഭാ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ട് വരുന്നു. ഇപ്പോൾ ഇവിടെയെല്ലാം ദൈവത്തിൻ്റെ കരുതലും നന്മകളും അനുഭവിക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു ജീവിതയാത്രയിൽ ധാരാളം അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ഉണ്ട്. എങ്കിലും ഈ സമയത്ത് അത് പറയുവാനുള്ള സാവകാശമില്ലാത്തതുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകട്ടെ. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നതിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു ദൃശ്യം വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. യേശു കർത്താവിൻ്റെ ഗെത്സമനയിലെ പ്രാർത്ഥന. പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടി തൻ്റെ ജീവനെപ്പോലും അർപ്പിച്ചു കൊടുക്കുന്ന പുത്രൻ്റെ സമർപ്പണം. ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം 42-ാം വാക്യം. അപ്രകാരം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നത് നമുക്ക് അനുഗ്രഹമാണ്, സുരക്ഷിതത്വമാണ്. അപ്രകാരമുള്ള സമർപ്പണത്തോടെ ദൈവത്തിൻ്റെ ഇഷ്ടം അനുഷ്ഠിക്കുവാനുള്ള തീരുമാനത്തോടെ ജീവിതം മുന്നോട്ട് നയിക്കാം. അതിലൂടെ ദൈവിക നന്മകളും കൃപകളും പ്രാപിപ്പാൻ ദൈവം സഹായിക്കട്ടെ. ഒരു നന്മയ്ക്കും ദൈവം മുടക്കം വരുത്തുകയില്ല. ദൈവം നമ്മെ ആശീർവദിക്കട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അവിടുന്ന് കേൾപ്പിച്ച തിരുവചന സത്യങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവജനത്തിൻ്റെ മുമ്പാകെ ഞങ്ങളെ സമർപ്പിക്കുവാനും ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ആരാഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ സഹായിക്കണമേ. മഹത്വം സ്വീകരിക്കണം. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ കരുണയും കൃപയും കൂട്ടായ്മയും നാം എല്ലാവരോടും ഇന്ന് വന്നേക്കും കാലാവസ്ഥാനം കൂടായിരിക്കുമാറാകട്ടെ. ആമേൻ.